ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന കാര്യം വിവാഹ തടസ്സം. ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് വിവാഹ തടസ്സം ഉണ്ടാകാറുണ്ട് പല ആൾക്കാർക്കും. പലർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല. അങ്ങനെയുള്ള ചില സംശയങ്ങൾക്ക് മറുപടി എന്ന് നിൽക്കാണ് ഞാൻ ഈ വിഷയം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഇതിന് വലിയ ഹോമവും പൂജയും ഒന്നും ചെയ്യണ്ട. തടസ്സം എന്താണ്, അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചതിന് വഴിപാട് നടത്താം. അതിനാണ് വലിയ ഹോമം പൂജയില്ലാതെ ചെറിയ ചെറിയ വഴിപാടുകളിലൂടെ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാവും. പല വിധത്തിൽ വിവാഹ തടസ്സം വരാം, ഇല്ലേ? ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ കൊണ്ട് വിവാഹ തടസ്സം വരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ പിതൃക്കൾ അതായത് മുൻമറിഞ്ഞു പോയ കാരണവന്മാരുടെ ആത്മാക്കളുടെ ശാന്തിയില്ലായ്മ ഉണ്ടെങ്കിൽ വീട്ടിൽ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ബാധാദോഷങ്ങളുണ്ട്, വീട്ടിൽ എന്തെങ്കിലും സംബന്ധിച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഈ ജാതകന് സർപ്പദോഷം അങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ, ചില ശത്രുദോഷം കൊണ്ടും വിവാഹദോഷം വരാട്ട, വിവാഹ തടസ്സം വരാം. ശത്രുദോഷം അല്ലെങ്കിൽ ഗ്രഹനിലയിലുള്ള ദോഷം കൊണ്ടാണോ, അല്ലെങ്കിൽ ബാധാദോഷം കൊണ്ടാണോ, ശാപദോഷം കൊണ്ടാണോ, ഇതെല്ലാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സ്വയം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അതിനാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകാം, കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ചെയ്താൽ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റിത്തരാൻ നല്ലൊരു ജ്യോത്സ്യന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. കൂടാതെ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. കുടുംബ പരദേവതയുടെ പ്രീതി നേടണം. അത് ഫസ്റ്റിലുള്ള കാര്യം അതാണ്. അതായത് കുടുംബ പരദേവത, ഒരു കുടുംബത്തിന്റെ ദേവതയാണ് ഒരു പരദേവത. ആ ദേവതയുടെ പ്രീതി ഇല്ലെങ്കിൽ അവിടെ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കുടുംബ പരദേവതയെ നിങ്ങൾ പ്രീതിപ്പെടുത്തണം. പിന്നെ ശത്രുദോഷം ഉണ്ടെങ്കിൽ ശത്രുദോഷം നീക്കാനുള്ള മാർഗങ്ങൾ കാണണം. പിന്നെ കുടുംബത്തിൽ ബാധാദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ബാധാദോഷങ്ങൾ തീർക്കാനുള്ള ഇത് ചെയ്യണം. പിന്നെ അതുകൂടാതെ ഈ വഴിപാടുകാരൻ തന്നെ ചെന്ന് വഴിപാട് നടത്താം. അത് കൂടാതെ 7 ദിവസം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7 വെള്ളിയാഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7 വെള്ളിയാഴ്ചകളും, ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്ന കാര്യമാണ് ശുക്രവാരി എന്നാണ് വെള്ളിയാഴ്ചനെ സംസ്കൃതത്തിൽ പറയുന്നത്. ഈ ശുക്രൻ ആരാണ്? വിവാഹത്തിന്റെ കാരകനാണ്. വിവാഹകാരകനായ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ചൊല്ലാം. അതുകൂടാതെ ഈ ദേവിക്ക് വഴിപാടുകളൊക്കെ നടത്താം. അപ്പൊ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ആൾ തന്നെ ചെന്ന് നടത്തണം. തീർച്ചയായിട്ടും അയാൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും. പകരത്തിന് ആൾ വിട്ട് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പോയി ചെയ്തിട്ട് ഫലം ഉണ്ടാവില്ല, കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് വിധത്തിലാണ് വിവാഹ തടസ്സമെന്ന് ആദ്യം ജ്യോതിഷപരമായി ചിന്തിച്ചിട്ട് അതിനുള്ള ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ അവന് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ആ വിവാഹ തടസ്സം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.